ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇന്നേ ബ്രോക്കോളി വെച്ചിട്ടുള്ള ചെറിയൊരു റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള പല ഘടകങ്ങളും ഈ ബ്രോക്കോളിയിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ബ്രോക്കോളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഞാൻ ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു കടായി അങ്ങോട്ട് എടുത്ത് വെക്കാം, ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോഴേക്ക് ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് അതിലങ്ങോട്ട് ഇടണം. എന്നിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അത് ഏകദേശം ഒന്ന് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്ക് ആ ബ്രോക്കോളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി അങ്ങോട്ട് എടുക്കണേ. അതങ്ങോട്ട് വാടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ടെ പിന്നെ കുറച്ച് വെള്ളം, ഇത് നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് അങ്ങോട്ട് കിട്ടണേ. അതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കരുത്. ഇത് വെന്തങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് ഇതില് കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവർ കൂടി കലക്കി അങ്ങോട്ട് ഒഴിക്കണം. കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് കലക്കിയിട്ട് ഇതിലേക്കിട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്ത് അതൊന്ന് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി ബ്രോക്കോളി സൂപ്പ് ഇവിടെ റെഡിയാവും. ഇത് ബ്രോക്കോളിയും കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടി ആയിരിക്കും. ഇതെല്ലാം അങ്ങോട്ട് റെഡി ആയിട്ട് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കത്തമല്ലി ഉണ്ടല്ലോ, നമ്മുടെ പച്ചമല്ലിയുടെ ഇല, അതും കൂടിയും കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടണം. ഇത് സെർവ് ചെയ്യുമ്പോഴേക്കും ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി കഷ്ണത്തിന്റെ നീരും അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും, നല്ല അടിപൊളിയായിരിക്കും.